ഒരു മനുഷ്യൻ എത്ര വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയാലും അതിൽ നിന്ന് അവൻ പുറത്തു വരുമെന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും ഓരോ ദൈവമക്കൾക്കും ഉണ്ടാകണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനമാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. ധന്യനായ പൗലോസ്ലീഹ ഫിലിപ്പിയ സഭയ്ക്ക് കാരാഗൃഹത്തിൽ കടന്ന് എഴുതുന്ന ലേഖനമാണ്. സുവിശേഷ നിമിത്തം പൗലോസ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവിടെ കടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണം. ബൈബിൾ നമ്മൾ പഠിക്കുമ്പം നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് വിജയം പ്രാപിക്കേണ്ട വിഷയവുമുണ്ട്, മറ്റുള്ളവരുടെ പ്രാർത്ഥനയാൽ വിടുതൽ പ്രാപിക്കേണ്ട വിഷയവുമുണ്ട്. ദാനിയേലിനെതിരെ രേഖ എഴുതിയപ്പോൾ ദാനിയേൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാണ് ആ വിഷയത്തിന് വിടുതൽ പ്രാപിച്ചത്. എന്നാൽ പത്രോസ് ഇരുമ്പഴികൾക്കകത്ത് ബന്ധിക്കപ്പെട്ടപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു സഭ വേണമായിരുന്നു. പൗലോസ് പ്രാർത്ഥിച്ച് 3-ാം സ്വർഗം വരെ പോയി. എന്നാൽ പൗലോസിന്റെ കണ്ണിന്റെ അന്ധത പൊട്ടുവാൻ ഒരു അനന്യാസ് വന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായി. അപ്പം പൗലോസിന്റെ ഇതര ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ തെസ്സലോനിക്ക സഭയോടും കൊലോസ്യ സഭയോടും ഫിലിപ്പിയ സഭയോടും ഒക്കെ പൗലോസ് പ്രാർത്ഥന ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ പ്രാർത്ഥനയും നിങ്ങൾക്ക് വിലയേറിയതാണ്. പൗലോസ് പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായം ഞങ്ങളുടെ മേൽ വരും. എന്നിട്ട് പറയുക, അതെനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. കേട്ടോ, പൗലോസിന്റെ ഏറ്റവും വലിയ അറിവാണ് സഭ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായം നമ്മുടെ മേൽ വന്നെത്തുമ്പോൾ അത് നമുക്ക് രക്ഷാകാരണമായി തീരും. ഇന്ന് വചനം കേൾക്കുന്ന ചിലരോടൊക്കെ കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുക, മറ്റൊരാളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. നാം തമ്മി കണ്ടുപിരിയുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ട്, പ്രാർത്ഥിച്ചോണേ. അതിന്റെ കാരണം എന്താ? പൗലോസ് തൊട്ട് വേദപുസ്തകത്തിലെ പല ഭക്തന്മാരും മറ്റുള്ളവരോട് പ്രാർത്ഥന ചോദിക്കുക. യാക്കോബ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുക, ഒരാൾ രോഗിയായാൽ സഭയിലെ മൂപ്പനെ വരുത്തിയിട്ട് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് മറ്റൊരാൾ പ്രാർത്ഥിക്കണം. സാരാഫത്തിലെ വിധവയുടെ വീടിന്റെ ശൂന്യത പൊട്ടണമെങ്കിൽ ഒരു ഏലിയാവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പൊ ചിലരുടെ വിടുതലിനായി ദൈവം ചിലരെ നിയോഗിച്ചിരിക്കുന്നു. നമുക്ക് ഒന്നിച്ചു പറയാം, നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മ ചിലരുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും നമുക്ക് വിടുതലുണ്ടാകും. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ പ്രാർത്ഥനയാലും ഞങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും ഞങ്ങൾക്ക് രക്ഷാകാരണമായി തീരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസം മുന്നേറാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹമാകട്ടെ, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ദിവസങ്ങളിൽ അനേകരുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും നീ രക്ഷപ്പെടാൻ സമയമായി. ഗോഡ് ബ്ലെസ് യു.